പുതിയൊരു ആങ്സൈറ്റി പരിചയപ്പെടാം. എക്കോ ആങ്സൈറ്റി. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണല്ലോ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ കാരണം ആങ്സൈറ്റി ഉണ്ടാവുകയും അത് മെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നതാണ് എക്കോ ആങ്സൈറ്റി. ഇത് ഏത് പ്രായക്കാരെയും ബാധിക്കാമെങ്കിലും 70% കൂടുതൽ യുവാക്കൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എക്കോ ആങ്സൈറ്റി ഒരു രോഗമായി പരിഗണിക്കുന്നില്ലെങ്കിലും സാധാരണ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഇടയ്ക്കിടെയുള്ള സങ്കടം, ഓവർ തിങ്കിങ്, മറ്റു ശാരീരിക പ്രശ്നങ്ങൾ എന്നിവ ഇതു കാരണവും ഉണ്ടാകാറുണ്ട്. ഇത്തരം ആങ്സൈറ്റി ഉള്ളവർ എന്തു ചെയ്യണം? പ്രകൃതിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുക, സമാന ചിന്തകളുള്ള ആളുകളുമായി ബന്ധപ്പെടുക, നമ്മുടെ ചിന്തകളെ ജഡ്ജ്മെൻ്റലാക്കാതെ നിരീക്ഷിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുക, നമ്മളോടും മറ്റുള്ളവരോടും എമ്പതറ്റിക്കായി ഇടപെടുക എന്നിവയിലൂടെ ഈ ആങ്സൈറ്റി കുറയ്ക്കാൻ സാധിക്കും. ഇനി എന്തുതരം ആങ്സൈറ്റി ആണെങ്കിലും അത് നിങ്ങളുടെ ഡെയിലി ലൈഫിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ എടുക്കാൻ മടിക്കേണ്ടതില്ല.